നേതാക്കൾക്കിടയിൽ അധികാരത്തിനായുള്ള വാക്പോരുകൾ നടക്കുന്നത് ഒരു പുതിയ കാര്യമല്ല. യുഡിഎഫിന് ഭൂരിപക്ഷം ലഭിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് മുസ്ലിം ലീഗിന്റെ പിന്തുണ വി.ഡി. സതീശനാണ് എന്ന പാണക്കാട് സാദിഖലി തങ്ങളുടെ നിലപാട് യുഡിഎഫ് രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. അതിന്റെ അലയൊലി യുഡിഎഫിന് ഭരണം ലഭിച്ചാൽ മുന്നണിക്കകത്ത് മാത്രമല്ല പുറത്തും ആഞ്ഞടിക്കുമെന്ന കാര്യവും ഉറപ്പാണ്. ലീഗ് വി.ഡി. സതീശനെ പിന്തുണച്ചപ്പോൾ കോൺഗ്രസിൽ മറ്റൊരു ഏകീകരണമാണ് സംഭവിച്ചിരിക്കുന്നത്. അത് സതീശന് എതിരാണെന്നതാണ് യാഥാർത്ഥ്യം. മത്സരിച്ച ഭൂരിപക്ഷ സ്ഥാനാർത്ഥികളും എംപിമാരും മറ്റ് ഉന്നത കോൺഗ്രസ് നേതാക്കളുമെല്ലാം ലീഗ് ഇങ്ങനെ ഒരു പരസ്യ നിലപാട് സ്വീകരിച്ചതിൽ വലിയ രോക്ഷത്തിലാണുള്ളത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ലീഗിന് എന്താണ് അവകാശമെന്നതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം. ലീഗിന്റെ മന്ത്രിമാർ ആരാകണമെന്ന അഭിപ്രായം കോൺഗ്രസ് പറയാത്ത സാഹചര്യത്തിൽ ഇത്തരം അഭിപ്രായ പ്രകടനം അനുചിതമാണെന്ന നിലപാട് കോൺഗ്രസ് ഹൈക്കമാൻഡിനുമുണ്ട്. മുസ്ലിം ലീഗ് യുഡിഎഫിലെ പ്രധാന ഘടകകക്ഷിയായതിനാൽ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കി ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറാകരുത് എന്ന ലീഗ് നിലപാടിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് വഴങ്ങിയാലും ലീഗിന്റെ താൽപര്യപ്രകാരം ഒരിക്കലും വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡ് ശ്രമിക്കുകയില്ല. അങ്ങനെ ഒരു തീരുമാനം കോൺഗ്രസ് ഇനി എടുക്കുന്നത് ലീഗിന് മുന്നിൽ കീഴടങ്ങുന്നതിന് തുല്യമായാണ് മാറുക. അത് കോൺഗ്രസ് നേതൃത്വം മാത്രമല്ല, യുഡിഎഫിലെ ലീഗ് ഒഴികെയുള്ള മറ്റ് ഘടകകക്ഷികൾ പോലും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഒരു സാഹചര്യത്തിൽ ഭരണം യുഡിഎഫിനാണെങ്കിൽ തീർച്ചയായും രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ ആയിരിക്കും ആദ്യം നറുക്ക് വീഴുക. ലീഗിന്റെ നിലപാടിൽ അതൃപ്തിയുള്ള AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന വിഭാഗവും രമേശ് ചെന്നിത്തലയ്ക്കാണ് പിന്തുണ നൽകുക. കോൺഗ്രസിന്റെ A വിഭാഗത്തിന്റെ പിന്തുണയും ചെന്നിത്തലയ്ക്ക് തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. അങ്ങനെ വന്നാൽ ജയിച്ചു വരുന്ന കോൺഗ്രസ് MLA-മാരിൽ ഭൂരിപക്ഷത്തിന്റെയും പിന്തുണയും ചെന്നിത്തലയ്ക്കായിരിക്കും. മാത്രമല്ല, ലീഗിന്റെ പരസ്യ നിലപാടിൽ പ്രതിഷേധമുള്ള എംപിമാരും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ലീഗ് മുന്നോട്ട് വയ്ക്കുന്ന നേതാവിനെ മുഖ്യമന്ത്രിയാക്കരുത് എന്ന നിലപാട് സ്വീകരിക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കാൻ ഹൈക്കമാൻഡിനും കഴിയുകയില്ല. അത്തരമൊരു നിലപാട് ഈ നേതാക്കളെല്ലാം സ്വീകരിക്കാൻ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. അത് ലീഗ് ആവശ്യപ്രകാരം ആരെയെങ്കിലും മുഖ്യമന്ത്രിയാക്കിയാൽ ഭൂരിപക്ഷ സമുദായങ്ങളും ക്രൈസ്തവ വിഭാഗങ്ങളും കോൺഗ്രസിൽ നിന്നും അകലുമെന്നതാണ്. ഈ ഘടകങ്ങൾ എല്ലാം പരിഗണിക്കാതെ ഒരു തീരുമാനമെടുക്കാൻ എന്തായാലും കോൺഗ്രസ് ഹൈക്കമാൻഡിനും കഴിയുകയില്ല. മുസ്ലിം ലീഗിന് താൽപര്യപ്രകാരം മുതിർന്ന നേതാക്കളെ തഴഞ്ഞ് കോൺഗ്രസ് കേരളത്തിൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തു എന്ന ഒരു പ്രചരണം ദേശീയ തലത്തിൽ ഉയരുന്നത് എന്തായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുകയില്ലല്ലോ. ലീഗിന്റെ പതാക തന്നെ ഉത്തരേന്ത്യയിൽ BJP കോൺഗ്രസിനെതിരായ പ്രചരണമാക്കി എങ്ങനെയൊക്കെ മാറ്റി എന്നറിയുന്ന കോൺഗ്രസ് ദേശീയ നേതൃത്വം അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് ഒരു റിസ്ക് എടുക്കാൻ എന്തായാലും തയ്യാറാവുകയില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്. കെ.സി. വേണുഗോപാലിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന മുസ്ലിം ലീഗിന് പോലും രമേശ് ചെന്നിത്തലയുടെ പേര് ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചാൽ അതെന്തായാലും തള്ളിക്കളയാൻ കഴിയുകയില്ല. സതീശനും ഈ നിലപാട് അംഗീകരിക്കേണ്ടതായി വരും. വി.ഡി. സതീശന്റെ നിലപാടുകളെ വ്യക്തിപരമായി ഇഷ്ടപ്പെടുന്ന അനവധി പേർ യുഡിഎഫിലും പൊതുസമൂഹത്തിലുമുണ്ട്. പ്രത്യേകിച്ചും വെള്ളാപ്പള്ളിയോടും സുകുമാരൻ നായരോടും അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകളെ അഭിനന്ദിക്കാതിരിക്കാൻ മതേതര നിലപാടുകളുള്ള ആർക്കും തന്നെ കഴിയുകയുമില്ല. അതുപോലെ തന്നെ രാഷ്ട്രീയ വിഷയങ്ങളിലെ വി.ഡി. സതീശന്റെ ഉറച്ച നിലപാടും ഒരുപാട് പേരെ ആകർഷിക്കുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ പറയുമ്പോഴും CPM-ന്റെ പോലെ ഒരു കേഡർ പാർട്ടിയല്ല കോൺഗ്രസ് എന്നതും ഇടതുപക്ഷം പോലെ കെട്ടുറപ്പുള്ള ഒരു മുന്നണിയല്ല UDF എന്നതും വി.ഡി. സതീശന് വേണ്ടി വാദിക്കുന്നവർ തിരിച്ചറിയേണ്ടതുണ്ട്. എല്ലാ വിഭാഗത്തിന്റെയും താല്പര്യങ്ങൾ മാനിക്കാതെ കോൺഗ്രസിന് ഒരിക്കലും ഏകപക്ഷീയമായി മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പറ്റുകയില്ല. അങ്ങനെ ഏകപക്ഷീയമായി തീരുമാനിച്ചാൽ വലിയ പൊട്ടിത്തെറി തന്നെ കോൺഗ്രസ് പാർട്ടിയിലും മുന്നണിയിലും സംഭവിക്കും. വ്യാപക വിമർശനങ്ങളും നേരിടേണ്ടതായി വരും. അതിന്റെയൊക്കെ അലയൊലികൾ ദേശീയ തലത്തിലും തീർച്ചയായും വ്യാപിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗത്തിനും സ്വീകാര്യമായ ഒരു തീരുമാനമായിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് കൈക്കൊള്ളുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.